ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പല്ലിയുടെയും പ്രാറ്റിയുടെയൊക്കെ ശല്യം നമുക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ കുറച്ച് ചായപ്പൊടിയും ടൈഗർ ബാമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് കുരുമുളകും ഇത്രയേ വേണ്ടൂ കേട്ടോ. നമ്മൾ ഈ ഒരു 3 ടിപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനായി ഞാനതൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 മണി കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇതില്ലെങ്കിൽ നമുക്ക് 2 മണി കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് കുറച്ച് ടൈഗർ ബാമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചിട്ട് നന്നായി ഒന്ന് കുത്തി കൊടുക്കാം. കുരുമുളക് ഇല്ലാത്തവർ പേടിക്കേണ്ട കേട്ടോ. നമ്മുടെ പച്ചമുളകായാലും മതി കേട്ടോ. കുരുമുളക് തന്നെ വേണമെന്നില്ല, പച്ചമുളകായാലും മതി. ജസ്റ്റ് എരിവിൻ്റെ ഒരു അംശം നമുക്ക് അതിലേക്കൊന്ന് മിക്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നല്ലൊരു പുകച്ചിലിനാണ് നമ്മളത് ചെയ്യുന്നത്. അതുപോലെ മാത്രമല്ല, ഇത് മൂന്നും കൂടി ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ. പച്ചമുളകാണെങ്കിൽ വലിയൊരു പച്ചമുളക് മാത്രം മതി. അപ്പോൾ ഈ ഒരു മിക്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് എവിടെയാണോ കൂടുതലായിട്ട് പല്ലിയുടെ ശല്യം ഉണ്ടാവുക, ചിലപ്പോൾ നമ്മുടെ കിച്ചണിൽ ജനലിൻ്റെ അരിയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള സൈഡുകളിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇതുപോലെ ഒരു ടിഷ്യൂ എടുത്തതിന് ശേഷം രണ്ടായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു അല്പാൽപമായി മിക്സ് ഇതുപോലെ വെച്ച് കൊടുക്കാം. നമ്മുടെ ഗ്യാസിൻ്റെ അടിയിലൊക്കെ ഈ ഒരു മിക്സ് നമുക്ക് വെച്ചെടുക്കുകയാണെങ്കിൽ പല്ലിക്ക് ആ ഒരു സ്മെല്ലുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചൻ്റെ ഭാഗത്തേക്കൊന്നും വരില്ല. ഏതൊക്കെ സൈഡുകളിലാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് പല്ലിയുടെ ഒക്കെ ശല്യം ഉണ്ടാകുന്നത്, ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ സ്റ്റോർ റൂമിൽ ഇതുപോലെ പാത്രങ്ങളൊക്കെ വെക്കുന്ന ഈ ഏതെങ്കിലും മൂലകളിലൊക്കെ ആയിരിക്കും പല്ലി തീർച്ചയായും വന്നിരിക്കുക. അതുപോലെ തന്നെ ആ ഭാഗങ്ങളിലൊക്കെ വന്ന് മുട്ടയിടാറുമുണ്ട്. അപ്പോൾ അത്തരം ഏരിയകളിലൊക്കെ നമുക്കൊന്ന് ഇതുപോലെ ഓരോ പീസാക്കി നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഉപകാരപ്പെടും. കൂടുതലായിട്ട് കുപ്പികളൊക്കെ യൂസ് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെയുള്ള ടിപ്പുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം.